നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താടോ ഇത് കണ്ടോ മാഡം? താളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും അത് കറി വീണു. എന്ത്? അയ്യോ, മാഡം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയത് കൊണ്ട് പറ്റിപ്പോയതെന്നാ തോന്നുന്നത്. പല്ലി സത്യമുള്ള ജീവിയല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ മൊഴി കൊടുക്കാനൊക്കെ പല്ലി വരാറുണ്ടല്ലോ. ഒന്ന് പോടോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യോ, താൻ ഒന്നും ചെയ്യണ്ട. ഒരു ഉപകാരം ഇല്ലാത്ത കുറെ എണ്ണത്തിന് ശമ്പളം കൊടുത്തു വെച്ചിരിക്കാം. ചെല്ലേ, ഇങ്ങോട്ട് പോ. ദൈവത്തിന് നിരക്കുന്നത് പറയണ്ടേ? ഇന്നിപ്പോ കുറച്ചുകൂടെ പൊന്തിയിട്ടുണ്ട്. ഇനിയുണ്ടാവോ? ഇതിന്റെ അവസ്ഥയൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ചിലപ്പോ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ കുറച്ചുകൂടി കൂടാം. കാരണവന്മാര് പറയുന്നത് ഉള്ളിലുള്ളതെല്ലാം പുറത്തു വന്നു പോകുന്നു എന്നാ. തലവേദന ഉണ്ടോ ഇപ്പൊ നിനക്ക്? ചില നേരത്തെ തല വെട്ടിപ്പൊളിയുന്ന പോലെ തോന്നുക. ഈ കൈയും കാലൊന്നും ശരിക്കും അനക്കാൻ വയ്യ എനിക്ക്. ക്ഷീണം സ്വാഭാവികോ. 1-2 ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നീ എഴുന്നേക്ക്, ഞാൻ കഞ്ഞി എടുത്തു തരാം. സൂര്യ സാർ എവിടെ? ഇന്ന് ഓഫീസിൽ പോകേണ്ട എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നതാ. റെഡി ആകുവാന്ന് തോന്നുന്നു. നീ എഴുന്നേക്ക്. നന്ദിനി, ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ആണ് ഓഫീസിൽ. ഞാൻ തന്നെ ഡയറക്റ്റ് എത്തണം, അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. അല്ലെങ്കിലും സാറെന്തിനാ എല്ലാം മുടക്കി ഇവിടെ ഇരിക്കുന്ന? ആരതി ഇവിടെ ഉണ്ടല്ലോ. സാർ എങ്ങോട്ടാണെന്ന് വെച്ചാ പോയിക്കോ. ദേ വേറെ എങ്ങോട്ടും ഇല്ല, ജസ്റ്റ് മീറ്റിംഗിലൊന്ന് പങ്കെടുക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ആരതി, ഒരു കാര്യം, ഞാൻ ഇവിടെ ഇല്ലാത്ത സാഹചര്യം നോക്കി ഇവിടെ ഉള്ളവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
അതിനോട് എന്നും ഞാൻ പുറത്തു പോകുമ്പോൾ ഇക്കാര്യം പറയാറുണ്ട്. വീട്ടിൽ എന്ത് നടന്നാലും എന്നെ വിളിച്ച് പറയണമെന്ന്. പക്ഷെ ഇയാളത് പറയാറില്ല. പക്ഷേ ആരതി അതെന്നോട് പറയണം. ഈ ഒരു അവസ്ഥയിൽ ഇയാളെ ദ്രോഹിക്കാൻ അവരാരെങ്കിലും വന്നാൽ അവരോട് ഞാൻ പൊറുക്കില്ല. എനിക്ക് വന്ന അസുഖം അവരോട് മത്സരിക്കാനുള്ള കാരണമാക്കണോ? തനിക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ എനിക്ക് തിരുത്താനൊന്നും പറ്റില്ല. ശരീരവും മനസ്സും വേദനിച്ച് കിടക്കുന്ന താൻ അവരുടെ കുത്തുവാക്കുകളൂടി കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത്. ആരതി, കരിക്ക് ഞാൻ വാങ്ങിച്ചോളാം. ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. പിന്നെ വേറെന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ശരിയേട്ടാ. എടോ, ഞാൻ പോയിട്ട് വരാം. നന്ദിനി, മുൻപ് ഏട്ടന്റെ പെരുമാറ്റ രീതികളൊക്കെ കാണുമ്പോ ഞാൻ വിവേകിനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ ഈ മനുഷ്യനൊരു കുടുംബം ഉണ്ടാവുക? ഉണ്ടായി തന്നെ എങ്ങനെ ഏട്ടനത് കൈകാര്യം ചെയ്യുമെന്നൊക്കെ. എന്റെ ചോദ്യങ്ങളൊക്കെ വെറുതെ ആയിരുന്നു. സത്യത്തിൽ ഇപ്പൊ ഏട്ടനെ കണ്ടാലുണ്ടല്ലോ, ശരിക്കൊരു കുടുംബനാഥനെ പോലെ. കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നതായാലും ഉത്തരവാദിത്തങ്ങളെ കാണിക്കുന്നതിലായാലും. ഈ മാറ്റത്തിന്റെ കാരണം നീയാണേ. ഞാനെന്ത് ചെയ്തിട്ടാ? നീ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലായിരിക്കും. പക്ഷേ നീ അടുത്തുണ്ട് എന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, അത് ഏട്ടനെ വല്ലാതെ മാറ്റി. ഏട്ടൻ സ്നേഹിക്കാൻ പഠിച്ചു. ഏട്ടൻ മറ്റൊരാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ പഠിച്ചു. ബന്ധങ്ങൾ പഠിച്ചു. കിട്ടാത്ത ബന്ധങ്ങളെക്കുറിച്ച് വേദനിക്കാൻ പഠിച്ചു. അങ്ങനെ അങ്ങനെ കുറേയേറെ കാര്യങ്ങള്. കുടിക്കേ. എനിക്ക് മതി. കുടിക്കേ. വേണ്ട, എനിക്ക് മതി. കുടിക്കാൻ തോന്നുന്നില്ല. എടുത്തു വെച്ചോ. ആകെ 2 സ്പൂണേ കഴിച്ചുള്ളൂ. ഇങ്ങനെ കിടന്ന നീ താങ്ങില്ല പെണ്ണെ. കുറച്ച് കഴിഞ്ഞിട്ടാവാം. ഒട്ടും വയ്യ എനിക്ക്. ഇപ്പൊ ഞാനൊന്ന് കിടന്നോട്ടെ.